എല്ലാവർക്കും ജനറൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇത് ബ്രെഡ് സ്ക്രാമ്പിൾഡ്. നമ്മളെപ്പോഴും എഗ് സ്ക്രാമ്പിൾഡ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാം. ഒരുപാട് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ ബ്രെഡ് സ്ക്രാമ്പിൾഡ്. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ടിഫിൻ ബോക്സിലോ 4 മണിക്ക് ഉള്ള സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. പിന്നെ ഉച്ചയ്ക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് സോഗി ആയി പോകുന്ന ഒരു ഫുഡാണ് ബ്രെഡ്. അപ്പോൾ ഉച്ചയ്ക്കുള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം കൊടുത്തു വിടുക. ഇത് അല്ലെങ്കിൽ ഇത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല ഉച്ചയ്ക്ക് ടിഫിൻ ബോക്സിൽ വെക്കാൻ. കാരണം ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് വയ്ക്കുക. അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്. ഇനി സവാള വേണം, 1 അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിയില, പച്ചമുളക്, തക്കാളി 2 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ മുട്ട ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 സ്ലൈസ് ബ്രെഡിന് ഒരു 3 മുട്ടയെങ്കിലും വേണം. അപ്പോൾ മുട്ട ഒരു 3 എടുത്തോളൂ. ഞാനിവിടെ 2 ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് സോയാ സോസും റെഡ് ചില്ലി സോസുമാണ്. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ലൈറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. അപ്പം ഞാനിതിൽ ഇപ്പോൾ ഇത്രയൊക്കെ ചേർക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ചേർക്കാം. അതായത് കുറച്ച് ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ പനീറിൻ്റെ പീസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോൺ. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റി ആക്കി മാറ്റാം ഇതിന്. അപ്പം ഞാനിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിതൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കൊരു ബൗൾ എടുത്ത ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും തക്കാളിയും മുട്ടയൊക്കെ കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ കാണാനായിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പം ഞാനിവിടെ ബ്രെഡ് ചേർക്കുന്നത് അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് അങ്ങനെ അങ്ങ് ചേർക്കുകയാണ്. നമുക്കിത് വേറെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ബ്രെഡ് നെയ്യിലൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം അതിനകത്ത് ചേർക്കാം. അതല്ലെങ്കിൽ എണ്ണയിലിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഈ മുട്ട മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് 3 രീതിയിൽ ചെയ്താലും ടേസ്റ്റി ആയിരിക്കും. പക്ഷെ മറ്റേ 2 രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നെയ്യിലൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം ചെയ്യുന്നത്. ഞാനിത് 3 ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിലിടുന്നത് ബ്രെഡ് നേരിട്ട് തന്നെ ചേർക്കുന്നതാണ്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് ആദ്യം പാൻ ചൂടായി എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാവൂ. അതായത് നമ്മൾ ബ്രെഡിൻ്റെ പീസസ് ആ മുട്ട മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അത് ഒരിക്കലും നമ്മൾ നേരത്തെ ഇട്ട് വെക്കാൻ പാടില്ല. ബ്രെഡ് കുതിർന്നു. അപ്പോൾ എപ്പോഴാണോ പാൻ ചൂടായി എണ്ണയെല്ലാം ചൂടായിരിക്കുന്ന ആ ഒരു മിനിറ്റിൽ മാത്രമേ ബ്രെഡ് ഇട്ട് ഇളക്കിയതിന് ശേഷം പാനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ ബ്രെഡ് കുതിർന്നു പോകും. അപ്പോൾ ഒരിക്കലും ബ്രെഡ് നേരത്തെ ഇട്ട് വെക്കരുത്. ഒരിക്കൽ കൂടി പറയുന്നു, ബ്രെഡ് ഒരിക്കലും നേരത്തെ ഇട്ട് വയ്ക്കരുത്. ബ്രെഡെല്ലാം പിന്നെ അത് ഒരു പേസ്റ്റ് രൂപത്തിലായിപ്പോവും. അപ്പോൾ ഇവിടെ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ബദാം പാലോ അല്ലെങ്കിൽ നല്ലൊരു മിൽക്ക് ഷേക്കൊക്കെ അടിച്ചു കൊടുത്താൽ രാവിലെ നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അവർക്ക് ഉച്ച വരെ വിശക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.